അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇതിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഘട്ടങ്ങൾ. നിങ്ങൾക്കറിയാം പ്രകാശ സംശ്ലേഷണം അല്ലേ, പ്രകാശഘട്ടവും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇരുണ്ട ഘട്ടമുണ്ട്. ഈ ഓരോ ഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത്, ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. പലതവണ പരീക്ഷയിൽ വരുന്നതാണ്. ഇരുണ്ട ഘട്ടം എവിടെ വെച്ച് നടക്കുന്നു? സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു. എവിടെയാണ്? സ്ട്രോമയിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? ഇരുണ്ട ഘട്ടം, ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഇരുണ്ട ഘട്ടം. ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? LDC, LGS, LPUP ഈ പരീക്ഷകളിലൊക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ, ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആ ചാപ്റ്റർ എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഏരിയകളുണ്ട്, കുറേ ടാബുകൾ, കുറച്ച് ബോക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോക്സാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ പോലും ഇപ്പോൾ പരീക്ഷകളിൽ പലതവണ വന്നു കഴിഞ്ഞു. അപ്പം ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. നിങ്ങൾക്കറിയാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് സസ്യങ്ങളിൽ ഇലകളിലാണ്. ഇലകളിൽ ഏത് ഭാഗത്താണ്? ഹരിതകണം അല്ലേ, ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഹരിതകത്തിലല്ലേ, ഹരിതകണത്തിലാണ്. ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റിലാണ്, ഹരിതകത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലേ. അത് ക്ലോറോഫിൽ അഥവാ ഹരിതകം, ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം. അപ്പോൾ സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലയാണ്, അല്ലെങ്കിൽ ഇലയിലെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇല എന്നായിരിക്കും ചില പരീക്ഷകളിൽ ഉണ്ടാവുക, സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത്. ചിലപ്പോൾ ഇലയിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? ഹരിതകണത്തിലല്ലേ, അതുകൊണ്ട് ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് എന്ന് കൊടുക്കും. ഓക്കെ, അപ്പം പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്? ഇലകളിൽ, ഹരിതകണത്തിൽ മാത്രമാണ്. ഇലകളിലെ ഹരിതകണത്തിലാണ്. അതുകൊണ്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നു? സസ്യങ്ങളുടെ അടുക്കള എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ ഇവിടെ തന്നെ പ്രത്യേകം പറയുന്നു എന്താണ്? ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെ ഹരിതകണങ്ങളുണ്ടോ അവിടങ്ങളിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത കൂടെ ഉറപ്പിച്ചു വെക്കുക. അത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചിലപ്പോൾ അങ്ങനെ തന്നെ കൊടുക്കും. ഇലകളിൽ മാത്രമാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പോൾ തെറ്റല്ലേ? യെസ്, അതായത് എവിടെയൊക്കെ ഹരിതകണങ്ങളുണ്ടോ, ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ടോ അവിടങ്ങളിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്? ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും എവിടെയാണ്? ഇലകളിൽ ആണെന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. ദെൻ ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണവസ്തുക്കൾ അല്ലെ, വർണ്ണകണങ്ങൾ അല്ലെ, അല്ലെങ്കിൽ വർണ്ണകങ്ങൾ. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയും. എന്താണ്? ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണകങ്ങൾ എന്ന് പറയും, ക്രോമോപ്ലാസ്റ്റ്. ആ ക്രോമോപ്ലാസ്റ്റുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഹരിതകണത്തിലെ ഗ്രാനകളിലാണ്. ഹരിതകത്തിൽ ഗ്രാനയും സ്ട്രോമയും ഉണ്ട്, നമ്മൾ പഠിക്കും. അപ്പം ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ വർണ്ണകങ്ങൾ, ക്രോമോപ്ലാസ്റ്റുകൾ കാണപ്പെടുന്നത്. പ്രധാനപ്പെട്ട വർണ്ണകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹരിതകം എ അഥവാ ക്ലോറോഫിൽ എ അല്ലേ, ഹരിതകം അഥവാ ക്ലോറോഫിൽ എ. പിന്നെയോ ക്ലോറോഫിൽ ബി, ഹരിതകം ബി. പിന്നെയോ കരോട്ടിൻ. ഏതാണ്? കരോട്ടിൻ. പിന്നെ സാന്തോഫിൽ. ഇതാണ് പ്രധാന വർണ്ണകങ്ങൾ. ഹരിതകണത്തിലെ ഗ്രാനയിൽ കാണപ്പെടുന്ന പ്രധാന വർണ്ണകങ്ങൾ അഥവാ ക്രോമോപ്ലാസ്റ്റുകൾ ഏതൊക്കെയാണ്? ഹരിതകം എ, ക്ലോറോഫിൽ എ അല്ലേ. പലതവണ പരീക്ഷ ചോദിച്ചാലേ ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ഉണ്ട്. അതിൽ ക്ലോറോഫിൽ എയുടെ നിറവും ക്ലോറോഫിൽ ബിയുടെ നിറവും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലോറോഫിൽ എയുടെ നിറം ബ്ലൂ ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് മാത്രം ഓർമ്മിച്ചാൽ പോരാ, ബ്ലൂയിഷ് ഗ്രീൻ ആണ് എന്ത്? ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ ബി എന്താണ്? യെല്ലോ ഗ്രീൻ ആണ്, യെല്ലോയിഷ് ഗ്രീൻ ആണെന്ത്? ക്ലോറോഫിൽ ബി. ക്ലോറോഫിൽ എ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അഡൽട്സ് ഫിലിമിനൊക്കെ എ എന്ന് റൗണ്ട് ചെയ്ത് ചെയ്താറില്ലേ, അപ്പോൾ ബ്ലൂ കിട്ടുമല്ലോ. യെസ്, അപ്പം ക്ലോറോഫിൽ എ എന്താണ്? യെസ്, ബ്ലൂ ഗ്രീൻ ആണ്. മറ്റേതെന്താണ്? ക്ലോറോഫിൽ ബി എന്താണ്? യെല്ലോയിഷ് ഗ്രീൻ ആണെന്നും ഓർത്ത് വെക്കുക. ദെൻ കരോട്ടിൻ നിങ്ങൾക്കറിയാം, ഏകദേശം ഓറഞ്ച് കലർന്ന നിറമാണെന്ത്? കരോട്ടിൻ. ഓറഞ്ച് നിറമാണ് കരോട്ടിൻ. ക്യാരറ്റിൻ്റെ നിറം ഓർമ്മിച്ചാൽ മതി, ക്യാരറ്റിൽ അടങ്ങിയ വർണ്ണവസ്തു കരോട്ടിൻ അല്ലേ. യെസ്, ദെൻ സാന്തോഫിൽ അല്ലെങ്കിൽ ഫില്ലോസാന്തിൻ എന്ന് പറയൂ കേട്ടോ. ഇതിന് എന്താണ്? ഫില്ലോസാന്തിൻ. സാന്തോഫിൽ അഥവാ ഫില്ലോസാന്തിൻ. സാന്തോഫിലിൻ്റെ നിറം എന്താണ്? മഞ്ഞ നിറമാണ്. സാന്തോഫിൽ എന്ത് നിറമാണ് കൊടുക്കുന്നത്? മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണകമാണെന്ത്? സാന്തോഫിൽ. ഇതാണ് ഹരിതകണത്തിലെ ഗ്രാനയിൽ കാണപ്പെടുന്ന പ്രധാന വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വർണ്ണകങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ആർക്ക് മാത്രമാണ്? ഹരിതകം എക്ക് മാത്രമാണ് കഴിയുക. ആ പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. ഇതൊക്കെ എന്താണ്? പ്രകാശത്തെ അബ്സോർബ് ചെയ്യാനുള്ള ആഗിരണം ചെയ്യാനുള്ള കഴിവുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുമെങ്കിൽ പോലും ഇവിടെ അതെന്ത് ചെയ്യുന്നില്ല? മറ്റുള്ള വർണ്ണകങ്ങളൊന്നും നേരിട്ട് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്നില്ല. അവരൊക്കെ സഹായക വർണ്ണകങ്ങളായി മാത്രം പെരുമാറുകയാണ്. അതായത് ഈ സൂര്യപ്രകാശത്തെ ആർക്ക് കൈമാറും? ഹരിതകം എ അഥവാ ക്ലോറോഫിൽ എ
അതിന് കൈമാറും. അപ്പോൾ ക്ലോറോഫിൽ എ ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ പ്രത്യേകം പഠിച്ചു വെക്കണേ. ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബി എന്ന് മാറിപ്പോരുത്. അപ്പോൾ ക്ലോറോഫിൽ എ ബ്ലൂ ഗ്രീൻ കളറാണെന്നും ഓർത്ത് വെക്കുക, ക്ലോറോഫിൽ ബി യെല്ലോ ഗ്രീൻ കളറാണെന്നും ഓർത്ത് വെക്കുക. അപ്പം പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ആരാണ്? ഹരിതകം എ ആണ്. ദെൻ മറ്റുള്ളവ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സഹായക വർണ്ണകങ്ങൾ, ആക്സസറി പിഗ്മെന്റ്സ് അഥവാ സഹായക വർണ്ണകങ്ങൾ എന്നാണ് മറ്റുള്ള ആളുകൾ ക്ലോറോഫിൽ ബി ആയാലും സാന്തോഫിൽ ആയാലും കരോട്ടിൻ ആയാലും ഒക്കെ അറിയപ്പെടുന്ന എന്താണ്? യെസ്, ആക്സസറി പിഗ്മെന്റ്സ് അഥവാ സഹായക വർണ്ണകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിച്ച് വെക്കുക. ഹരിതഗണത്തിലെ ഗ്രാനയിലാണ് ഈ വർണ്ണവസ്തുക്കൾ കാണപ്പെടുന്നത് എന്ന് ഓർമ്മിച്ച് വെക്കുക. ഹരിതകം അഥവാ ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകം അഥവാ ക്ലോറോഫിൽ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇതിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഘട്ടങ്ങൾ. നിങ്ങൾക്കറിയാം പ്രകാശ സംശ്ലേഷണം അല്ലേ, പ്രകാശഘട്ടമുണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഇരുണ്ട ഘട്ടമുണ്ട്. ഈ ഓരോ ഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത്, ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. പലതവണ പരീക്ഷയിൽ വരുന്നതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് തന്നെ ഇതാണ്, പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ്? എത്രയോ തവണ ചോദിച്ച ചോദ്യമാണ്. എവിടെയാണ് പ്രകാശഘട്ടം നടക്കുന്നത്? ഗ്രാനയിലും. ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലുമാണ്. പ്രകാശഘട്ടം ഗ്രാന, ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയിലും. ലൈറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നത് ഗ്രാനയിലും. ദെൻ ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെയാണ്? സ്ട്രോമയിലുമാണ്. ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇത് ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, ഇത് ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശഘട്ടത്തിൽ, ഗ്രാനയിൽ വെച്ച് നടക്കുന്ന പ്രകാശഘട്ടത്തിൽ എന്താവശ്യമാണ്? പ്രകാശം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം സ്ട്രോമയിലെ ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശത്തിൻ്റെ ആവശ്യമില്ല, ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പം പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാന, പ്രകാശഘട്ടം ഗ്രാന. ദെൻ ഇരുണ്ട ഘട്ടം സ്ട്രോമ, അത് മാറിപ്പോവാതെ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. പ്രകാശഘട്ടം ഗ്രാനയിലാണ് നടക്കുന്നത്. ദെൻ പ്രകാശഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ ബോക്സിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്. ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടാണ് ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പോയിന്റുകൾ അടിവരയിട്ട് വായിച്ച് പഠിച്ചു വെക്കുക. അത് തന്നെയാണ് നിങ്ങൾ SCERT ടെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓരോ പോയിന്റുകൾ അടിവരയിട്ട് വായിക്കുക. നിങ്ങൾ അപ്രധാനം തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലെ അങ്ങ് വിടരുത്. എല്ലാ പോയിന്റുകളും വായിച്ചേ വിടാവുള്ളൂ, അടിവരയിട്ട് വായിച്ചു വിടണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശം ഉപയോഗിക്കുന്നുണ്ട്. അതാണ് പ്രകാശഘട്ടം എന്ന് പറയുന്നത്. ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ദെൻ ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? ജലം വിഘടിച്ചിട്ട് ഓക്സിജനും ഹൈഡ്രജനും ആയിട്ട് മാറും അല്ലേ. ഇവിടെ ജലം H2O, ജലം വിഘടിച്ച് എന്തായി മാറും? ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറും. ആ ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് പോകുന്നു? സ്ട്രോമയിലേക്ക് പോകുന്നു. ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. നിങ്ങൾ പഠിച്ചല്ലേ, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളപ്പെടുന്നത് ആരാ? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. എത്രയോ തവണ നിങ്ങൾ ചൊല്ലി പഠിച്ചിട്ടുള്ളതാണ്, എത്രയോ തവണ പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് നിങ്ങൾക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ്, ജലം അല്ലേ, ഹരിതകത്തിൻ്റെ സാന്നിധ്യത്തിൽ, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹരിതകത്തിൻ്റെ സഹായത്തോടുകൂടി ഹരിത കണത്തിൽ വെച്ച് പ്രകാശ സംശ്ലേഷണം നടന്നിട്ട് എന്തുണ്ടാവുന്നു? അന്നജം അല്ലേ, അന്നജം, ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഗ്ലൂക്കോസാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ ഗ്ലൂക്കോസിനെ എവിടെ സംഭരിക്കപ്പെടുന്നു? അന്നജ രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു. കാരണം ഗ്ലൂക്കോസ് ആണെങ്കിൽ വെള്ളത്തിൽ ലയിച്ചങ്ങ് പോവും. അതുകൊണ്ട് അലയ രൂപത്തിലേക്ക്, അതായത് അന്നജ രൂപത്തിലേക്ക് ആക്കി മാറ്റി സംഭരിക്കപ്പെടുകയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ആണ് ഉൽപ്പന്നം. ദെൻ ഉപ ഉൽപ്പന്നമാണ് ആര്? ഓക്സിജൻ അല്ലേ. ഓക്സിജൻ പുറത്തു വിടുന്നു. അപ്പോൾ ഇവിടെ ഈ ഓക്സിജൻ വരുന്നത് എവിടെ നിന്നാണ്? ഈ ജലത്തിൽ നിന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ ഓക്സിജൻ ഉണ്ട്, ജലത്തിൽ ഓക്സിജൻ ഉണ്ട്. പക്ഷേ ഈ ഓക്സിജൻ പുറത്തു വിടുന്ന ഈ ഓക്സിജൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ജലമാണ്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പലതവണ പരീക്ഷയിൽ പലരെയും പറ്റിച്ചൊരു ചോദ്യമാണത്. അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു പോകുന്ന അല്ലേ, സ്വതന്ത്രമാവുന്ന ഓക്സിജൻ എവിടെ നിന്നാണ്? കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണോ അല്ലെങ്കിൽ ജലത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? ജലത്തിൽ നിന്നാണ്. ജലം വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനായി മാറുന്നു. ആ ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് പോകുന്നു? സ്ട്രോമയിലേക്ക് പോകുന്നു. അതേസമയം ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറന്തള്ളപ്പെടുന്നു. ദെൻ പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കുന്നു. ATP നിങ്ങൾക്ക് അറിയാലോ, എനർജി കറൻസി, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അതിൻ്റെ ഷോർട്ടാണ് ATP കേട്ടോ. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്, അതാണെന്ത്? ATP എന്ന് പറയുന്നത്. അപ്പം പ്രകാശോർജം രാസോർജമാക്കി മാറ്റി ATPയിൽ സംഭരിക്കപ്പെടുന്നു. ATPയിൽ ATP അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്, എനർജി കറൻസി, ഊർജ കറൻസി എന്നറിയപ്പെടുന്നത് ആരാണ്? ATP ആണ്.
ഓക്കെ യെസ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഗ്രാനയിൽ വെച്ച് നടക്കുന്ന പ്രകാശഘട്ടവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയിലാണ്. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജൻ ആവുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോകുന്നു, ഓക്സിജൻ സ്വതന്ത്രമാവുന്നു. അപ്പോൾ ഈ വരുന്ന ഓക്സിജൻ്റെ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജലമാണ്. ദെൻ പ്രകാശോർജ്ജം രാസോർജ്ജമാക്കി ATPയിൽ സംഭരിക്കപ്പെടുന്നു. ഓക്കെ. ദെൻ ഇരുണ്ട ഘട്ടം എവിടെ വെച്ച് നടക്കുന്നു? സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു. എവിടെയാണ്? സ്ട്രോമയിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? ഇരുണ്ട ഘട്ടം, ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഇരുണ്ട ഘട്ടം. അപ്പോൾ അവിടെ ഇരുണ്ട ഘട്ടം എന്ന് പറയാൻ കാരണം പ്രകാശം ഉപയോഗിക്കുന്നതല്ല, ലൈറ്റിൻ്റെ ആവശ്യകതയില്ല, അതാണ്. ഓക്കെ, ഇരുണ്ട ഘട്ടം എന്നറിയപ്പെടുന്നു. ഈ ഇരുണ്ട ഘട്ടത്തിലെ ചാക്രിക രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചതിനാണ് മെൽവിൻ കാൽവിന് 1961 എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. ഏത് വിഷയത്തിൽ നോബൽ പ്രൈസ് കിട്ടി? കെമിസ്ട്രിയിൽ കിട്ടി. ഇവിടെ ബയോളജി പഠിക്കുന്നതുകൊണ്ട് പല ആളുകളും വൈദ്യശാസ്ത്രം എന്നങ്ങ് വിചാരിച്ചു പോകും. വൈദ്യശാസ്ത്രത്തിനല്ല, കെമിസ്ട്രിയിലാണ്. ഓക്കെ, ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് മെൽവിൻ കാൽവിന് 1961 എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി. കെമിസ്ട്രി നോബൽ പ്രൈസ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചത് 1961. ഉറപ്പിച്ചോളെ. ഓക്കെ. ദെൻ ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? നമ്മൾ ഹൈഡ്രജൻ ഇങ്ങ് സ്ട്രോമയിലേക്ക് എത്തിയില്ലേ? ആ ഹൈഡ്രജൻ എന്ത് ചെയ്യാണ്? കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാവുകയാണ്? ഗ്ലൂക്കോസ് ഉണ്ടാവുകയാണ് അല്ലേ? ഹൈഡ്രജൻ ഇവിടുന്ന് സ്വതന്ത്രമായ ഹൈഡ്രജൻ. പിന്നെ നമ്മൾ പ്രകാശ സംശ്ലേഷണത്തിൽ ആരുണ്ടായിരുന്നു? തുടക്കത്തിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ? അപ്പോൾ ഇത് തമ്മിൽ ചേർന്നിട്ട് എന്തായി മാറുന്നു? ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. അത് പിന്നീട് അന്നജമായി സംഭരിക്കപ്പെടുന്നു. പിന്നെ പല രീതിയിൽ പലവിധ സാധനങ്ങളിൽ പല രൂപത്തിലാണ് കാണപ്പെടുക അല്ലേ? ചില കിഴങ്ങുകളിലൊക്കെ ആണെങ്കിൽ സുക്രോസ് രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്. പഴങ്ങളിലാണെങ്കിൽ ഫ്രക്ടോസ് രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്. കരിമ്പിലാണെങ്കിൽ സുക്രോസ് രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ധാന്യങ്ങളിലാണെങ്കിൽ മാൾട്ടോസ് രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ പലതിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, എന്താണ് ഉണ്ടാവുന്നത്? ഗ്ലൂക്കോസ് ആണ്. അത് അന്നജ രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ATPയിലെ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രകാശോർജ്ജം രാസോർജ്ജമാക്കി ATPയിൽ സംഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ATPയിലെ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്? ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനം. അപ്പം ഓരോന്നും ഓർമ്മിക്കുക. പ്രകാശഘട്ടം എവിടെ നടക്കുന്നു? ഗ്രാനയിൽ നടക്കുന്നു. ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ നടക്കുന്നു. ദെൻ പ്രകാശഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നു, ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നില്ല. ദെൻ പ്രകാശഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോകുന്നു, ഓക്സിജൻ സ്വതന്ത്രമാകുന്നു. ദെൻ പ്രകാശോർജ്ജം രാസോർജ്ജമാക്കി ATPയിൽ സംഭരിക്കപ്പെടുന്നു. ദെൻ ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ നടക്കുന്നു. പ്രകാശം ഉപയോഗിക്കുന്നില്ല. ATPയിൽ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ സ്ട്രോമയിലേക്ക് എത്തിയ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇതാണ് എവിടെ? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഹരിതഗണത്തിൽ വെച്ച് നടക്കുന്നു. ഗ്രാനയിലും സ്ട്രോമയിലും ഒക്കെയാണ് നടക്കുന്നത്. പ്രകാശഘട്ടം ഗ്രാനയിലും ഇരുണ്ട ഘട്ടം സ്ട്രോമയിലുമാണ്. അപ്പോൾ അത്രയും പോയിന്റ്സ് അവിടെ ഓർമ്മിച്ച് വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബോക്സാണിത്. പ്രകാശഘട്ടം സ്ഥാനം എവിടെയാണ്? പ്രകാശഘട്ടം ഗ്രാന, ഇരുണ്ട ഘട്ടം സ്ട്രോമ. പറയാൻ പറ്റുന്നില്ലേ? ദെൻ പ്രവർത്തനം എന്താണ്? ഇവിടെ ജലം വിഘടിച്ച് എന്തായി മാറുന്നു? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്ന് ഗ്ലൂക്കോസ് രൂപീകരിക്കപ്പെടുന്നു. ഓക്കെ, ഇവിടുത്തെ ഉൽപ്പന്നം എന്താണ്? ഇവിടെ ജലം വിഘടിച്ച ഉൽപ്പന്നങ്ങൾ ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ എന്താണ്? ഗ്ലൂക്കോസും ഓക്സിജൻ. ഇവിടെ വന്നു കഴിഞ്ഞു ഗ്ലൂക്കോസ് ആണ് ഉണ്ടാവുന്നത് അല്ലേ? ഉൽപ്പന്നം എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഓക്കെ. ദെൻ പ്രകാശത്തിൻ്റെ ആവശ്യകത. പ്രകാശഘട്ടത്തിന് ആവശ്യകതയുണ്ട്, യെസ്, വേണം. ഇവിടെയോ വേണ്ട. ദെൻ ATP രൂപപ്പെടുന്നു. ATP എന്ത് ചെയ്യുന്നു? വിനിയോഗിക്കപ്പെടുന്നു. ഓക്കെ, ഇത്രയും എന്താണ്? പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും തമ്മിലുള്ള വ്യത്യാസമാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട സാധനം ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ATPയെ കുറിച്ചുള്ളൊരു ബോക്സാണ്. ഇതും പരീക്ഷയിൽ ചോദ്യങ്ങളുടെ കലവറയായിട്ട് മാറുന്നൊരു സാധനമാണ്. ഒന്നുമില്ല, ഈ ചോദ്യം തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് ചോദിക്കുക. ഓക്കെ, നമുക്കറിയാം ജീവകോശങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ മെറ്റബോളിസം നടക്കണമെങ്കിൽ എന്ത് വേണം? ഊർജ്ജ ലഭ്യത വേണം അല്ലേ? അപ്പോൾ ആ ഊർജ്ജത്തിൻ്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണെന്ത്? ATP, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അഡിനോസിൻ, T ട്രൈ, P ഫോസ്ഫേറ്റ്. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് അഥവാ ATP ആണ്. ഊർജ്ജത്തിൻ്റെ കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് എന്താ? ATP, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ഓക്കെ, ഇവിടെ എന്താണ്? ATP തന്മാത്ര വിഘടിച്ച് ADP, അഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റുമായിട്ട് മാറും അല്ലേ? അതായത് ATP ട്രൈ അല്ലേ, അത് വിഘടിച്ച് ഡൈ, അഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റ് ADP ആയിട്ട് മാറും അല്ലേ?
അതോടൊപ്പം ഒരു ഫോസ്ഫേറ്റും, അങ്ങനെ ആവുമ്പോൾ ട്രൈ എന്നുള്ളത് ഡൈ 1. ഓക്കെ, അത് ആ രീതിയിലാണെന്നാണ്. ഡൈ മീൻസ് 2 എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റ് ADPയും ഫോസ്ഫേറ്റുമായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യും? ഊർജ്ജം സ്വതന്ത്രമാകും. ആ ഊർജ്ജമാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നീട് ADP എന്ത് ചെയ്യുക? ഊർജ്ജം സംഭരിച്ചു വീണ്ടും ATP ആയി തീരും. ഇങ്ങനെ ഊർജ്ജവിനിമയം നടത്തുന്നതുകൊണ്ടാണ് ATP എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോശത്തിൻ്റെ ഊർജ്ജ നാണയം, എനർജി കറൻസി ഓഫ് ദ സെൽ എന്ന് എന്തറിയപ്പെടുന്നത്? ATP അറിയപ്പെടുന്നത്. കോശത്തിൻ്റെ ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ATP ആണ്. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അഡിനോസിൻ, അഡിനിൻ അല്ലേ? അഡിനിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഏതെങ്കിലും ചോദ്യം അർത്ഥങ്ങളെ പറ്റിക്കാൻ അങ്ങനെയൊക്കെ കൊടുത്തേക്കാം. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നുള്ളത് തന്നെ ഓർമ്മിച്ച് വെക്കാം. ATP. ഓക്കെ, ADP എന്നാണ് ചോദിച്ചെങ്കിലോ? അഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റ്. ട്രൈക്ക് പകരം ഡൈ എന്നുള്ളതാണ്. ട്രൈ എന്ന് പറഞ്ഞാൽ 3, ഡൈ എന്ന് പറഞ്ഞാൽ 2. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത കാര്യം, ഗ്ലൂക്കോസിന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നം എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? അന്നജമായിട്ട് മാറുന്നു. കാരണം ഗ്ലൂക്കോസ് ജലത്തിൽ ലയിക്കുന്നതാണ്. അപ്പോൾ ലയിച്ചങ്ങ് പോവും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു? അന്നജമാക്കി സംഭരിക്കപ്പെടുന്നു. അപ്പോൾ സസ്യങ്ങളിൽ ഗ്ലൂക്കോസ് സംഭരിക്കപ്പെടുന്ന ഏത് രൂപത്തിലാണ്? അന്നജ രൂപത്തിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, സസ്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് സംഭരിക്കപ്പെടുന്ന ഏത് രൂപത്തിലാണ്? അപ്പോൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞേക്കരുത് അല്ലേ? ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏത് രൂപത്തിൽ? ഗ്ലൂക്കോസ് രൂപത്തിൽ. ആ ഗ്ലൂക്കോസ് സംഭരിക്കപ്പെടുന്നത് അന്നജം അഥവാ സ്റ്റാർച്ച് ആയിട്ടാണ് സംഭരിക്കപ്പെടുന്നത്. ദെൻ ഈ അന്നജം എന്ത് ചെയ്യുന്നു? ഇലകളിലെ ഫ്ലോയം കുഴലിലൂടെ സുക്രോസ് രൂപത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പം ഇലകളിൽ ഫ്ലോയം കുഴലുകളിലൂടെ ഏത് രൂപത്തിലാണ് സഞ്ചരിക്കുന്നത് ചോദിച്ചാൽ ഏത് രൂപത്തിലാണ്? സുക്രോസ് രൂപത്തിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ സുക്രോസ് രൂപത്തിലൂടെ സഞ്ചരിച്ച് പലവിധ ഉപാപചയ പ്രവർത്തനങ്ങളിലൂടെ പല വസ്തുക്കളിൽ പല രീതിയിൽ ഇത് സംഭരിക്കപ്പെടുകയാണ്. കണ്ടോ ഇവിടെ ഈ സുക്രോസ് ഫ്ലോയം കോയിലൂടെ സുക്രോസ് രൂപത്തിൽ സഞ്ചരിക്കുന്നു പറഞ്ഞു. സുക്രോസ് ആയിട്ട് തന്നെയാണ് എന്തിലുള്ളത്? കരിമ്പിലുള്ളത്. കരിമ്പിൽ സുക്രോസ് കരിമ്പിൽ മാത്രമല്ല കേട്ടോ, വേറെ പലതിലുണ്ട്. നമ്മൾ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ് സുക്രോസ് എന്ന് പറയുന്നത്. കോമൺ ഷുഗർ, ടേബിൾ ഷുഗർ അല്ലേ? കോമൺ ഷുഗർ, ടേബിൾ ഷുഗർ, ഇൻവേർട്ട് ഷുഗർ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? സുക്രോസ് ആണ്. ഓക്കെ, കോമൺ ഷുഗർ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. കോമൺ ഷുഗർ അല്ലെങ്കിൽ ടേബിൾ ഷുഗർ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? സുക്രോസ് ആണ്. കരിമ്പിൻ പഞ്ചസാര കരിമ്പിൽ നിന്നല്ലേ, അതുകൊണ്ട് എന്തും വിളിക്കും? കെയിൻ ഷുഗർ എന്ന് വിളിക്കും. കെയിൻ ഷുഗർ, ഇൻവേർട്ട് ഷുഗർ, ദെൻ കോമൺ ഷുഗർ, ദെൻ ടേബിൾ ഷുഗർ. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സുക്രോസ് ആണ്. കരിമ്പിൻ പഞ്ചസാരയാണ്. കരിമ്പിൽ നിന്നും ബീട്രൂട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ പൊതുവെ ഈ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ പഞ്ചസാര നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ദെൻ മറ്റുള്ളവയിൽ സംഭരിക്കുന്ന രൂപം നോക്കിയേ. ഇതിങ്ങനെ തന്നെ ചോദിക്കൂട്ടോ. പഴവർഗ്ഗങ്ങളിൽ ഏത് രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു? ഫ്രക്ടോസ്. പഴം, ഫ്രൂട്ട്, ഫ്രക്റ്റ്. പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസ്. പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസ് രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു. കോമൺ ആയിട്ട് പറയുന്നതാണേ. ദെൻ കൊഴുപ്പായിട്ട് മാറുമ്പോൾ നമുക്ക് സംശയമായിരിക്കും പലർക്കും, എന്താണ്? കാർബോഹൈഡ്രേറ്റ് അല്ലേ, അന്നജമല്ലേ, ഇത് കൊഴുപ്പായിട്ട് മാറും അല്ലേ? നമ്മുടെ ശരീരത്തിൽ തന്നെ അങ്ങനെ മാറുന്നില്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഊർജ്ജം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ അല്ലേ, അതെന്തായിട്ട് മാറുന്നു? കൊഴുപ്പായിട്ട് പിന്നീട് സംഭരിക്കപ്പെടും. ഓക്കെ, യെസ്. അപ്പം എണ്ണക്കുരുക്കൾ, ഓയിൽ സീഡ്സ് അഥവാ എണ്ണക്കുരുക്കളിൽ ഏത് രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു? കൊഴുപ്പ് രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു. ദെൻ പയർവർഗ്ഗങ്ങളിൽ ഏത് രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു? പ്രോട്ടീൻ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. പ്രോട്ടീനാക്കി മാറ്റപ്പെടുന്നു. ദെൻ കിഴങ്ങുവർഗ്ഗങ്ങളിൽ എന്താണ്? സ്റ്റാർച്ച് അഥവാ അന്നജ രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു. ഓക്കെ, കിഴങ്ങുവർഗ്ഗങ്ങളിൽ അന്നജ രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിച്ച് വെക്കുക. കരിമ്പിൽ സുക്രോസായും, ദെൻ പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസായും, ദെൻ എണ്ണക്കുരുക്കളിൽ ഓയിൽ സീഡ്സിൽ കൊഴുപ്പായിട്ടും, പയർവർഗ്ഗങ്ങളിൽ പ്രോട്ടീനായിട്ടും, ദെൻ കിഴങ്ങുവർഗ്ഗങ്ങളിൽ അന്നജ രൂപത്തിലും സംഭരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു, അതിനെ അന്നജമാക്കി മാറ്റിയിട്ടാണ് സംഭരിക്കപ്പെടുന്നത്. പിന്നീട് വിതരണം ചെയ്യുന്ന സമയത്ത് ഇലകളിലെ മറ്റു ഭാഗങ്ങളിലൂടെ സസ്യങ്ങളുടെ ഫ്ലോയം കോയിലുകളിലൂടെ സഞ്ചരിക്കുന്ന ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുക്രോസ് രൂപത്തിലാണ്. പിന്നീട് ഓരോ വിഭാഗത്തിലും അത് ഏത് രീതിയിൽ സംഭരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഈ രൂപത്തിലാണ് ഓരോന്നിലും സംഭരിക്കപ്പെടുന്നത്. വിവിധ ഇനങ്ങളിൽ വിവിധ രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർമ്മിച്ച് വെക്കുക. ദെൻ മറ്റൊരു ബോക്സായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്.
പ്ലവകങ്ങൾ, സസ്യപ്ലവകം. പ്ലവകം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്, പ്ലവം, പ്ലവക്ഷമബലം, പ്ലവനതത്വം ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. പ്ലവം എന്ന് പറയുന്നത് പൊങ്ങിക്കിടക്കുക എന്നുള്ളതാണ്. അപ്പം പൊങ്ങിക്കിടക്കുന്ന ജീവികളാണ്, അതാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പ്ലവകങ്ങൾ? ഓക്കെ, യെസ്. അപ്പം അവിടെ കുറച്ച് കാര്യങ്ങൾ ആൽഗകളെക്കുറിച്ചും സസ്യപ്ലവകങ്ങളും, അതായത് നമ്മൾ ഇവിടുത്തെ പ്രകാശ സംശ്ലേഷണം പഠിക്കുന്നു, അതുവഴി ഓക്സിജൻ പുറത്തു വിടുന്നു, അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ എത്തുന്നു. പക്ഷേ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ ഒരു 70% വരുന്നത് എവിടെ നിന്നല്ല, ഈ കരഭാഗത്തു നിന്നല്ല. എവിടെ നിന്നാണ്? വെള്ളത്തിൽ നിന്നാണ്, കരയിൽ നിന്നല്ല, കടലിൽ നിന്നാണ്. അപ്പോൾ കടലിലുള്ള ഈ ആൽഗകളും സസ്യപ്ലവകങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ കൂടുതലായിട്ട് പുറത്തു വിടുന്നത്. മൊത്തത്തിലുള്ള ഓക്സിജൻ്റെ 60-70% പുറത്തു വിടുന്നത് ഇവരാണ്. ഓക്കെ, ആൽഗകളും സസ്യപ്ലവകങ്ങളും ഒക്കെയാണ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സാണ്. ഈ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ആൽഗകൾ, വിവിധ തരം ആൽഗകളുണ്ട്. അതിലടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിലടങ്ങിയിരിക്കുന്ന ക്രോമോപ്ലാസ്റ്റ് വർണ്ണകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പച്ച, ഗ്രീൻ ആൽഗയുണ്ട് അല്ലേ, റെഡ് ആൽഗ, ചുവപ്പുണ്ട്, പിന്നെ ബ്രൗൺ ആൽഗയുണ്ട്. ഇങ്ങനെ പലതരത്തിൽ എന്തുണ്ട്? ആൽഗകളുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സാധനങ്ങൾ ഇപ്പോൾ പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ്. അതൊന്ന് ഉറപ്പിച്ച് വെക്കുക. കണ്ടോ, എന്താണ്? തവിട്ടു നിറമുള്ള ആൽഗയാണ് സർഗാസം. അത് പ്രത്യേകം ഒന്ന് ഉറപ്പിച്ച് വെക്കുക. സർഗാസം എന്ന് പറയുന്നത് എന്താണ്? ബ്രൗൺ ആൽഗയാണ്. തവിട്ടു നിറമുള്ള ആൽഗയാണെന്ത്? സർഗാസം എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗയാണ് സർഗാസം. ഓക്കെ, ദെൻ നമ്മൾ പ്ലവകങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണെന്ത്? സസ്യപ്ലവകങ്ങൾ. സസ്യപ്ലവകങ്ങൾ, പ്ലാങ്ക്ടൻസ്. ഓക്കെ, അപ്പോൾ ഈ സസ്യപ്ലവകങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് അഥവാ സസ്യപ്ലവകങ്ങൾ എന്ന് പറയും. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് അഥവാ സസ്യപ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കും പ്ലവകങ്ങളല്ലേ, പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. അതിന് ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ സാധനങ്ങൾ, അതായത് ഡെസ്മിഡുകൾ. ഈ സാധനമാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. താഴെ പറയുന്നവയിൽ സസ്യപ്ലവകത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം. ഇതൊക്കെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. യെസ്, എന്തൊക്കെയാണ്? ഡെസ്മിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയനോ ബാക്ടീരിയകളൊക്കെ എന്തിന് ഉദാഹരണമാണ്? സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതിങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 3 വിഭാഗങ്ങൾ. അപ്പോൾ ഇതിൽ പെടാത്ത ഏതെങ്കിലും ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാ? ഡെസ്മിഡുകൾ, ഡെസ്മിഡ്സ്. ഓക്കെ, ഡെസ്മിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയനോ ബാക്ടീരിയകൾ, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഫൈറ്റോ പ്ലാങ്ക്ടൻസ് അഥവാ സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ദെൻ സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സസ്യങ്ങളാണ്, ജീവികളാണ്, സൂക്ഷ്മജീവികളാണ് എന്ത്? സസ്യപ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റുകൾ ഓർമ്മിക്കുക. ഇവിടെ സർഗാസം തവിട്ട് നിറമുള്ള ആൽഗയാണ്. ഈ 2 പോയിന്റുകൾക്കാണ് ഇവിടെ പ്രാധാന്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. നോക്കിയേ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റുണ്ടെങ്കിൽ അടിവരയിട്ട പദം മാത്രം മാറ്റി തിരുത്തി എഴുതാനാണ്. ഓക്കെ, തെറ്റ് തിരുത്തുക എന്നുള്ളതാണ്. നോക്കിയേ, പ്രകാശ സംശ്ലേഷണത്തിൽ ഓക്സിജൻ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വിഘടനത്തിലൂടെയാണ്. ശരിയാണോ തെറ്റാണോടോ? കിട്ടിയില്ലേ? ഞാൻ എടുത്ത് പറഞ്ഞതാണ്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടി ചേർന്നാണ് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്, പ്ലസ് ഓക്സിജൻ സ്വതന്ത്രമാകുന്നു. ഈ വരുന്ന ഓക്സിജൻ ആരിൽ നിന്നാണ്? ഇതിൽ നിന്നാണോ? ജലത്തിൽ നിന്നാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. എന്തിൽ നിന്നാണ്? ജലത്തിൻ്റെ വിഘടനത്തിൽ നിന്നാണ് ഓക്സിജൻ സ്വതന്ത്രമാകുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ്. പ്രകാശഘട്ടം ഗ്രാനയിലും ഇരുണ്ട ഘട്ടം സ്ട്രോമയിലും. അപ്പോൾ എന്താണ്? ശരിയാണ്. അടുത്തത്, ഗ്ലൂക്കോസ് ഫ്ലോയം കുഴലിലൂടെ സംവഹനം ചെയ്യപ്പെട്ട് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു. ശരിയാണ്. പക്ഷേ ഫ്ലോയം കുഴലിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? ഗ്ലൂക്കോസ് രൂപത്തിലല്ല. ഏത് രൂപത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്? യെസ്, ഏതാണ്? സുക്രോസ് രൂപത്തിലാണ്. ഗ്ലൂക്കോസ് ആണ് സംവഹനം ചെയ്യപ്പെടുന്നത്, പക്ഷേ ഗ്ലൂക്കോസ് അല്ല. എന്താണ്? ഗ്ലൂക്കോസ് ഏത് രൂപത്തിലേക്ക് മാറ്റി സംഭരിക്കപ്പെടുന്നു? അന്നജം അഥവാ സ്റ്റാർച്ച് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി സംഭരിക്കപ്പെടുന്നു. ഇനി അത് ഫ്ലോയം കോയിലിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? സുക്രോസ് രൂപത്തിലാണ്. ഗ്ലൂക്കോസ് തന്നെയാണ്, പക്ഷേ എന്തായി മാറി? അന്നജായി മാറി. ഇതൊക്കെ കാർബോഹൈഡ്രേറ്റുകളാണ്. ധാന്യകങ്ങളിൽ വരുന്ന ആ വിഭാഗത്തിൽ വരുന്ന ആളുകൾ തന്നെയാണ് ഇതൊക്കെ.
ഓക്കെ, അപ്പം അതുണ്ടാകുന്നത് ഗ്ലൂക്കോസ് ആയിട്ടും പിന്നീട് സ്റ്റാർച്ച് അഥവാ അന്നജമാക്കി മാറ്റി സംഭരിക്കപ്പെടുന്നു. പിന്നീട് ഫ്ലോയം കോയിലിലൂടെ സംവഹനം ചെയ്യപ്പെടുന്ന സമയത്ത് സുക്രോസ് രൂപത്തിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതൊക്കെ. അത് ചേർത്ത് തന്നെയാണ് ചോദ്യങ്ങൾ വരിക. ആ 3 പോയിന്റുകൾ ചേർത്ത് തന്നെ വേണമെങ്കിൽ നിങ്ങളോട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിച്ചേക്കാം. അടുത്ത് നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് ഇവിടെ ശരിയായ പ്രസ്താവനകൾ? ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കി ഒന്നാമത്തെ പോയിന്റ്, ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, ഇരുണ്ട ഘട്ടത്തിലെ കാര്യം തന്നെയല്ലേ പറഞ്ഞത്? യെസ്. അപ്പോൾ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിനാണ്. അതുകൊണ്ട് തന്നെ കാൽവിൻ സൈക്കിൾ എന്നാണിത് ഈ രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുക, കാൽവിൻ സൈക്കിൾ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, കാൽവിൻ സൈക്കിൾ അഥവാ കാൽവിൻ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് മെൽവിൻ കാൽവിന് 1961 നൊബേൽ സമ്മാനം ലഭിച്ചു. യെസ്, ശരിയാണ്. 1961 കെമിസ്ട്രി നൊബേൽ പ്രൈസ് ലഭിച്ചത് മെൽവിൻ കാൽവിനാണ്. ഈ കാൽവിൻ സൈക്കിളിൻ്റെ കണ്ടെത്തലിനാണ് ഇരുണ്ട ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ, ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിനാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ATPയുടെ പൂർണ്ണരൂപം അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നും ADPയുടെ പൂർണ്ണരൂപം അഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റ് എന്നുമാണ്. ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 3ഉം ശരിയാണ്. അത് നാലാമതൊരു പോയിന്റ് കൂടെ ഉണ്ട്. ATP ആണ് കോശത്തിൻ്റെ ഊർജ്ജ നാണയം, എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആണ്. പറഞ്ഞതല്ലേ? അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. സി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. എല്ലാ വസ്തുതകളും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയായ വസ്തുതകളാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗണത്തിൻ്റെ ക്ലോറോപ്ലാസ്റ്റ് ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായത് തിരഞ്ഞെടുക്കുക. നോക്കിയേ, ഹരിതഗണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ. ഓക്കെ, എന്താണ്? ദ്രാവക ഭാഗമാണെന്ത്? സ്ട്രോമ. ശരിയാണ്. ഹരിതഗണത്തിലെ ദ്രവഭാഗം അല്ലെങ്കിൽ ദ്രാവക ഭാഗമാണ് ഏത്? സ്ട്രോമ. ശരിയായ പോയിന്റാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഉറപ്പിച്ചു വെച്ചോളാം. ഹരിതഗണത്തിലെ ദ്രാവക ഭാഗമാണെന്ത്? സ്ട്രോമ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഹരിതഗണത്തിൽ സ്തരസഞ്ചികളുടെ അടുക്കായിട്ടാണ് ഗ്രാന കാണപ്പെടുന്നത്. അല്ലേ? സ്തരസഞ്ചികളുടെ അടുക്കുകളായിട്ടാണ്, അല്ലേ? നാണയങ്ങൾ ഇങ്ങനെ മുകളിൽ വെച്ച പോലെ അങ്ങനെ അടുക്കായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഗ്രാന കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ എന്താണ്? ഹരിതഗണത്തിൻ്റെ സ്തരം ഒറ്റപ്പാളിയാൽ നിർമ്മിതമാണ്. ഹരിതഗണത്തിൻ്റെ സ്തരം എന്താണ്? ഒറ്റപ്പാളിയാൽ നിർമ്മിതമാണല്ലോ. ആണോ? അല്ല. എന്താണ്? ഇരട്ടപ്പാളിയാൽ നിർമ്മിതമാണ്. ഇരട്ട സ്തരമാണ്. അവിടെ ഇരട്ട സ്തരമാണ്. ഹരിതഗണത്തിൻ്റെ സ്തരം, കോശസ്തരം ഇരട്ട സ്തരമാണ്. ദെൻ ഹരിതഗണത്തിൽ നാണയത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നവയാണ് ഗ്രാന. യെസ്, ഗ്രാന എന്താണ്? ഇങ്ങനെ നാണയ രൂപത്തിൽ നാണയങ്ങൾ അടുക്കി വെച്ചതുപോലെ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് എന്തിനുള്ളത്? ഗ്രാനയ്ക്കുള്ളത്. അപ്പോൾ ദ്രാവക ഭാഗമാണ് സ്ട്രോമ. ശരിയാണ്. സ്തരസഞ്ചികളുടെ അടുക്കായാണ് ഗ്രാന കാണപ്പെടുന്നത്. ശരിയാണ്. നാണയത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നവയാണ് ഗ്രാന. ശരിയാണ്. തെറ്റേതു മാത്രമാണ്? ഹരിതഗണത്തിൻ്റെ സ്തരം ഒറ്റപ്പാളിയാൽ അല്ല, ഇരട്ടപ്പാളിയാൽ നിർമ്മിതമാണ്. അപ്പോൾ ശരിയായതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ശരിയായത് 1, 2, 4. 1, 2, 4. ഏതാ ഉത്തരം? ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. അപ്പോൾ ഇത് പറഞ്ഞത് പ്രകാരം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഏത്? ഓപ്ഷൻ ഇതൊക്കെയാണ്: ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫിൽ, കരോട്ടിൻ. ഏതാ ഉത്തരം? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.